മധുരം ജീവിതത്തിനൊരുങ്ങി തലസ്ഥാനം. തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കലോത്സവം കണ്ട് നൊസ്റ്റു അടിച്ച മുതിർന്ന പൗരന്മാരോട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒന്നേ പറയാനുള്ളൂ: മധുരം ജീവിതം. വയോജനോത്സവമുണ്ട്, വരിക, പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നഗരത്തെ വയോജന സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഈ പുതിയ ചുവടുവയ്പ്. ഒപ്പം മുതിർന്ന പൗരന്മാരുടെ കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുക. അതിനായി മധുരം ജീവിതം എന്ന പേരിൽ കലാകായിക സാംസ്കാരിക ഉത്സവമാണ് ജനുവരി 16 വരെ തലസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ അരങ്ങേറുക. പുത്തരക്കണ്ട മൈതാനം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, മാഞ്ഞാലിക്കുളം മൈതാനം, ശംഖുമുഖം IRC ഇൻഡോർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് വേദികൾ. പരിപാടിയുടെ ഭാഗമായി ഇന്നലെ വൈകിട്ട് നഗരസഭാങ്കണം മുതൽ മാനവീയം വീതി വരെ സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. നടത്തം മേയർ ആര്യ രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിന് മുൻപേ ജീവിക്കുകയും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കരുതി വയ്ക്കുകയും ചെയ്ത ബഹുമാന്യരായ അവരെല്ലാം ഈ നഗരസഭയോടൊപ്പം ചേർത്തു പിടിക്കുന്നതിന് എല്ലാ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഈ നഗരസഭയുടെ ഭരണസമിതിക്ക് സാധിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം ഇത് കേവലം ഒരു ആഘോഷ പരിപാടിയായി മാത്രം ഒതുങ്ങിപ്പോകേണ്ടതല്ല. അതിനു പുറമെ നമ്മുടെ നഗരത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന വയോജനങ്ങൾ, നമ്മളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തവർ, അവരെല്ലാം കണ്ടെത്താനുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമായി എല്ലാവരും കാണണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കലാകായിക മത്സരങ്ങൾക്കൊപ്പം മുതിർന്ന പൗരന്മാരുടെ സംഗമം, മെഡിക്കൽ ക്യാമ്പ്, സെമിനാറുകൾ എന്നിവയും ഉണ്ടാകും. 16 വൈകിട്ട് SMB സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര പുത്തരക്കണ്ടത്ത് സമാപിക്കും. ശേഷം സമാപന സമ്മേളനവും സമ്മാനദാനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുള്ള നവരത്ന പുരസ്കാരവും സമ്മാനിക്കും. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആദരിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.